ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ UK പോവുകയാണ്. UK ഭാഗമായിട്ടുള്ള ബെൽഫാസ്റ്റിലേക്ക് പോവുകയാണ്. അത് ഡബ്ലിനിൽ നിന്ന് നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പം ട്രെയിനിന് പോകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പൊന്നോലി സ്റ്റേഷനിലേക്ക് കയറുകയാണ്. വലിയ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്കുള്ള ട്രെയിന് 7:35 ഉണ്ടെന്നുണ്ട്. ഇവിടെ മെഷീനുണ്ട്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് എടുത്താണ്. ടിക്കറ്റുകൾ പ്രിൻറ്റ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. മൊത്തം അങ്ങനെ 5 ടിക്കറ്റും 6 ടിക്കറ്റും നമ്മുടെ വന്നു. ഇവിടുന്ന് നമ്മൾ പ്രീ ബുക്ക് ടിക്കറ്റിൻ്റെ ഈ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് വേണേൽ ടിക്കറ്റ് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ രാവിലെ വന്ന് ഒരു കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പിൽ വന്നിട്ട് ചെറിയൊരു സ്നാക്സും അതുപോലെ തന്നെ ഒരു ചായ ടീ എന്ന് പറഞ്ഞൊരു സാധനം കുടിച്ചു. ഇനിയിപ്പം സ്റ്റെഫി അവരെല്ലാം വന്നു. ഇനിയിപ്പോൾ പയ്യെ നമുക്ക് ട്രെയിനിലോട്ട് കയറാം. 7:25 ട്രെയിന്. ഇപ്പോൾ ഏകദേശം 7:21 ഒരു 3 മിനിറ്റോടെ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ എടുക്കും. അപ്പോൾ വേഗം പോയി അതിനകത്ത് കയറാം. അപ്പോൾ നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഈ കിടക്കുന്ന ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കോച്ച് നമ്മുടെ ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. സിയിലോട്ട് കയറാൻ പോവുകയാണ്. ട്രെയിനിൽ കയറി എല്ലാ സീറ്റ് അങ്ങനെ പിടിച്ചു. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അയർലൻഡ് ട്രെയിനിങ്ങിനാണ്. നമ്മളത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. സീറ്റിൻ്റെ അവിടെ നമുക്കിങ്ങനെ കയറ്റി വെക്കാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ടേബിളായിട്ടുള്ള ഉണ്ട്. 4 പേർക്ക് സീറ്റ് ബുക്ക് ചെയ്യണേ. ഇവിടെ ഇങ്ങനെ നമുക്ക് സൈഡിലേക്ക് പോകാതിരിക്കാൻ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ സാധനം താത്തി വെക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. USB ചാർജിങ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെയാണ് സെറ്റപ്പ്. ഇനി മുകൾ ഭാഗത്ത് നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഇതുപോലെ തട്ടുകളും കാര്യങ്ങളുണ്ട്. ഇതാണ് ട്രെയിനിനകം. ശരിക്കും ഇവിടുന്ന് UK പോകുന്ന ട്രെയിനാണ്. വേറൊരു കൺട്രിയാണ്. നമ്മൾ ബെൽഫാസ്റ്റിലേക്ക്, നോർത്തേൺ അയർലൻഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. ടിക്കറ്റ് നമ്പറാണ് അത്. നമ്മളെ സീറ്റിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഏകദേശം കൃത്യം 7:35 ആയപ്പോഴത്തേനാണ് നമ്മുടെ ട്രെയിൻ. സമയമായപ്പോഴത്തേന് തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് പക്ഷേ പുറകോട്ട് പോകുന്നത്. നമ്മളിരിക്കുന്നതിന് സീറ്റിൻ്റെ ബാക്കിലോട്ടാണ് പോകുന്നത്. പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ട് സൈഡ് ആകുമായിരിക്കും. നമുക്ക് നോക്കാം. ഈ ട്രെയിനിൽ കോഫിയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പയ്യമ്മറ്റ് കൊണ്ട് മേടിക്കാം. അത് തള്ളിക്കൊണ്ട് പോകുന്നുണ്ടോ? അതെന്തുവാ എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ ന്യൂറി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. UK നമ്മൾ കയറി. ഇതിൻ്റെ ബോർഡൊക്കെ മാറി. NI റെയിൽവേസിൻ്റെ ട്രെയിനാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബോർഡൊക്കെ മാറി. നേരത്തെ പച്ചയായിരുന്നു, ഇപ്പോൾ നീല കളറായി. അപ്പോൾ നമ്മളങ്ങനെ ബെൽഫാസ്റ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. UK എൻ്റർ ആയിട്ടുണ്ട്. UK കൂടെ ട്രെയിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങോട്ട് പോയി ഇറങ്ങാം. നമുക്ക് ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ട്രെയിൻ നമ്മൾ പോകുന്ന TFI ട്രാൻസ്പോർട്ട് ഫോർ അയർലൻഡ് എന്ന് പറഞ്ഞാൽ പച്ച ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലായിരിക്കും അയർലൻഡ് നമ്മൾ കാണുന്നത്. പക്ഷേ UK എൻ്റർ ആയി കഴിയുമ്പോഴത്തേന് അത് നീല ബോർഡായിട്ട് മാറും. അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന വേറെ റെയിൽവേ സർവീസാണ്. വേറെ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡാ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് UK കൂടെയാണ്. കൃഷിയിടത്തിൽ ഒരുപാട് പശുക്കളൊക്കെ ഇങ്ങനെ മേയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പോലെ തന്നെ അയർലൻഡ് പോലെ തന്നെ സെയിം ആണ്. നോർത്തേൺ അയർലൻഡും സെയിം ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഡിസ്പ്ലേയിലും കാര്യങ്ങളും നമ്മൾ അതിന് അടുത്ത സ്റ്റേഷൻ ഏതാണെന്നുള്ളത് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ നമ്മൾ ബാഗിൽ നിന്നും ചിപ്സൊക്കെ പൊട്ടിച്ചെടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ എങ്ങനെയുണ്ട് ചിപ്സ്? അടിപൊളി ചിപ്സ് അല്ലേ? എന്താ അഭിനയം! ഇപ്പം നമ്മൾ UK ബോട്ടാനിക് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഇവിടെ ഉണ്ട് ബെൽഫാസ്റ്റിൽ. അപ്പോൾ നമ്മൾ ബെൽഫാസ്റ്റ് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയത് സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഈ വലിയ ട്രെയിനിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ UK എൻ്റർ ആയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ടിക്കറ്റ് കാണിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വെൽക്കം ടു ബെൽഫാസ്റ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ അയർലൻഡിൽ നിന്നും UK എത്തിയിരിക്കുകയാണ്. ബെൽഫാസ്റ്റാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ സ്റ്റാർബക്സിൻ്റെ ഒരു കോഫി ഷോപ്പുണ്ട്.
ഇവിടെയായിട്ട് ട്രാൻസ്ലിങ്കിൻ്റെ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പേ ചെയ്തിട്ട് ടിക്കറ്റ് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. അവിടെയായിട്ടൊരു ATM ഉണ്ട്. അപ്പോൾ കാർ പാർക്കിംഗ് ഇതിൻ്റെ ഡൗൺ സ്റ്റേഴ്സിലാണ്. നമുക്ക് പുറത്തേക്ക് ഏതായാലും ഇറങ്ങാം. എല്ലാവരും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. യെസ്, അപ്പം നമ്മളങ്ങനെ UK കാലുകുത്തിയിരിക്കുകയാണ്. പുറത്തെ കാലാവസ്ഥ മഴയാണല്ലോ. നമ്മളങ്ങനെ സെൻറ്റ് ജോർജ് മാർക്കറ്റിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പൊക്കെ ഇട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുണ്ട്, ഈ സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് നിറയെ കാർ പാർക്കിംഗ് ആണ്. അതുകൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ടേക്കുന്ന കാഴ്ച നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ UK നിരത്തിലൂടെ ബെൽഫാസ്റ്റിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സെൻറ്റ് ജോർജ് മാർക്കറ്റ് തപ്പി നടക്കുകയാണ്. അവിടെയായിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി അവരെ മീറ്റ് ചെയ്യാം. ഇതുണ്ടോ, ഇവിടെയായിട്ട് വരുമ്പോഴത്തേനും ഇവിടെ കിടിലൊരു ബിൽഡിംഗ് ഉണ്ട്. ഗ്ലാസ് ഒക്കെ ഇട്ട ഒരു സൂപ്പർ ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും. നല്ല രസമുണ്ടല്ലേ ഈ ബിൽഡിംഗ് ആണ്, നല്ല ഭംഗിയുണ്ട്. ആ കാണുന്ന റെഡ് സിഗ്നലിൽ എത്തിയിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. വേണ്ട, റോഡിലൂടെ ഓടുന്ന ബസ് കണ്ടോ. അപ്പോൾ എന്നാ നീളോ നോക്കിയാൽ ലുവാസ് പോലത്തെ, പക്ഷെ അത് ട്രാക്കിലൂടെ അല്ലത് പോകും. കൊള്ളാം കേട്ടോ, നല്ല സാധനം. അപ്പോൾ നമ്മൾ തെളിഞ്ഞെക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ ഇപ്പോൾ റെഡാണ്. നമുക്ക് നടക്കാറാകുമ്പോഴത്തേന് പച്ച കത്തും. അപ്പോൾ നമുക്ക് ഈ വരിയിൽ കൂടെ അപ്പുറത്തേക്ക് നടക്കാം. പച്ചയായിട്ടില്ല, വാ കത്തിയിരിക്കുകയാണ്. നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഈ കാണുന്നതാണ് സെൻറ്റ് ജോർജ് മാർക്കറ്റ്, ഈ ബിൽഡിങ്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമുക്ക് അടുത്ത് പുഷ് ചെയ്തു. യെസ്, ഇവിടെ വെയിറ്റ് ചെയ്യാം അടുത്ത സിഗ്നൽ കിട്ടാൻ. അങ്ങനെ വീണ്ടും പച്ചക്കത്തി നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ സെൻറ്റ് ജോർജ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ഓപ്പണിംഗ് ടൈം. അകത്തേക്ക് വരാം. കുറേ സാധനമുണ്ട് കേട്ടോ ഇവിടെ. പല പല കടകളുണ്ട്. അപ്പുറത്തെ സൈഡിൽ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വശത്തായിട്ട് വേണ്ട തുണിക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ സാധനങ്ങളൊക്കെ ഒരുപാട് വിൽക്കുന്ന കടകളുണ്ട്. സൂപ്പർ മാർക്കറ്റ് കേട്ടോ. മാർക്കറ്റിനകയിലാണ് അതുപോലെയൊക്കെ ഷീറ്റൊക്കെ ഇട്ട് അകത്ത് നനയാതെ നല്ല റോഡൊക്കെ ഇട്ട് നല്ല സിമെൻ്റൊക്കെ ഇട്ട തറയാണ്. കൊള്ളാം. അകത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒരുപാട് തുണിക്കടകളുണ്ട്. ഇതുകൊണ്ട് തുണിയും ഒക്കെ വെച്ചേക്കുന്ന കാഴ്ച കാണാം. ഇവിടെയായിട്ട് ഈ സാധനങ്ങൾ ഉള്ള ഒരുപാട് ഐറ്റംസ്, ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഈ മാർക്കറ്റിൽ നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ കിട്ടും. സൂപ്പർ ഫ്രഷ് സൂപ്പർ മീനും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ചെടെല്ലാം മീനാണ്. ചെടി ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബെൽഫാസ്റ്റ് മണി കേട്ടോ, ബെൽഫാസ്റ്റ് ക്ലോക്ക്. ഇത് കണ്ടോ, ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. ഈ കോയിൻ വെച്ചുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ്. നല്ല രസമല്ലേ കാണാൻ. കോഫി ഷോപ്പാണ്. കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീ ഉണ്ട്, കോഫി ഉണ്ട്. നല്ല ഫ്രഷ് സീബാസും ഒക്കെ ഇരിക്കുന്നുണ്ടോ. 12.5 കിലോയ്ക്ക് 12.5 പൗണ്ടാണ് റേറ്റ്. ഇതുണ്ട്, ഒരുപോലെ മീനുണ്ട്. അപ്പോൾ ആൻസിയുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്, ബെക്സിയും ഫാമിലിയൊക്കെ ആയിട്ട്. നമ്മൾ ബെൽഫാസ്റ്റിൻ്റെ ഒരു സുവനിയർ മേടിച്ചിരിക്കുകയാണ്. ഇത് മാഗ്നറ്റാണ്. അതുകൊണ്ട് നമുക്കൊണ്ട് ഒട്ടിച്ച് വെക്കാം. കൊള്ളാം. മാർക്കറ്റിൻ്റെ ഒരു സൈഡിലോട്ട് വരുമ്പോൾ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഈ ഒരു കടയിൽ വന്നിട്ട്, ഇന്ത്യൻ കടയാണ്, 7:50 ഒരു റൈസും അതുപോലെ തന്നെ ഒരു ബ്രെഡിൻ്റെ പോലത്തെ ഒരു സാധനം കൂടെ മേടിക്കുകയാണ്. നമുക്കിതൊന്ന് കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കഴിക്കാം. താങ്ക് യു. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കൊണ്ട് മേടിച്ചു വന്ന് എല്ലാവരുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡാണ്. അപ്പം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ നഗറ്റ്സും
ഓപ്പൺ ചെയ്യാം. മുട്ടയുടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഇത് വാങ്ങിച്ചത് അടിപൊളി സൂപ്പർ ചിക്കൻ ഫ്രൈ. £6 അല്ലേ? 6.5 പൗണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഫ്രഷ് അല്ലേ? നല്ല ഫ്രഷാ അല്ലേ? മധുരമുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വഴി തെറ്റി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഊബർ വിളിക്കാൻ വേണ്ടി നമുക്ക് പോകാം. നമ്മൾ ഈ സെൻറ്റ് ജോർജ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇതാണ് സെൻറ്റ് ജോർജ് മാർക്കറ്റ്. അപ്പോൾ ഊബർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കിടലൻ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി വരട്ടെ. അപ്പം നമ്മുടെ വണ്ടി വന്നു. നമ്മൾ ഈ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. അമ്മ ഇതാണ് നമ്മുടെ ബെൻസിൻ്റെ വണ്ടി. കയറാൻ പോവുകയാണ്. ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ സൈനിന് പട്ടി ഇനി അവനൊന്ന് വിളിച്ച് കറക്റ്റ് അപ്പൊ നമ്മൾ ബെൽഫാസ്റ്റിൽ ഒരു പാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലത്തില് സോളാർ വെച്ചിരിക്കുന്നുണ്ടോ? എന്താ കാഴ്ച! ഇറങ്ങാൻ പറ്റില്ലല്ലോ. ബെൽഫാസ്റ്റ്, ടൈറ്റാനിക് ബെൽഫാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതോട്ടോ ബിൽഡിങ് മോനെ. അപ്പോൾ നമുക്ക് സാധനമൊക്കെ എടുക്കാം. മൈ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാം എടുത്തില്ലേ? ഒന്നുമില്ലല്ലോ അതിനകത്ത്. താങ്ക് യു. അപ്പോൾ നമ്മളങ്ങനെ ടൈറ്റാനിക് ബെൽഫാസ്റ്റിന് മുമ്പിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വീഡിയോയുടെ ലെങ്ത് കാരണം നമ്മൾ ഇതിൻ്റെ ബാക്കി ടൈറ്റാനിക്കിനകത്തുള്ള കാര്യങ്ങളും ആ ഗംഭീരമായിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു UK ഈ ബെൽഫാസ്റ്റിൻ്റെ ടൈറ്റാനിക്കിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ.